ബാർക്കോഴ ആരോപണത്തിൽ UDF പ്രത്യക്ഷ സമരത്തിന് ഈ മാസം 12-ന് നിയമസഭാ മാർച്ച് നടത്തും. ബാർക്കോഴയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നിഷ്പക്ഷമാകില്ലെന്നും ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും MM ഹസൻ ആവശ്യപ്പെട്ടു. പണപ്പിരിവിന്റെ ഗുണഫലം CPM-നാണെന്നും മുഖ്യമന്ത്രിയുടെ അറിവില്ലാതെ ബാർ ഉടമകൾക്ക് ഉറപ്പ് നൽകാൻ കഴിയില്ലെന്നും MM ഹസൻ പറഞ്ഞു. ബാർക്കോഴ ആരോപണത്തെക്കുറിച്ച് UDF എക്സൈസ് മന്ത്രിയും ടൂറിസം മന്ത്രിയും രാജിവെച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാലിപ്പോൾ എക്സൈസ് മന്ത്രി എഴുതി കൊടുത്തതനുസരിച്ചുള്ള അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏതാണ്ട് അവസാനിപ്പിച്ചിരിക്കുക. ക്രൈംബ്രാഞ്ചിൻ്റെ ഒരു അറിയിപ്പ് വന്നത് എക്സൈസ് മന്ത്രിയുടെ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അന്വേഷിച്ചു. ഗൂഢാലോചനയെക്കുറിച്ച്, ഈ ശബ്ദ സന്ദേശത്തെക്കുറിച്ചല്ല, ഇതിലുണ്ടായ ഗൂഢാലോചനയെക്കുറിച്ച് ഞങ്ങൾ അന്വേഷണം തുടരുന്നു. പക്ഷേ ശബ്ദ സന്ദേശത്തെക്കുറിച്ച് വ്യക്തമായ തെളിവുകളില്ലാത്തതുകൊണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം അവസാനിപ്പിച്ചു. പക്ഷേ ഗൂഢാലോചന ഞങ്ങൾ അന്വേഷിച്ചു. ഇതിനകത്ത് ടൂറിസം മന്ത്രിയാണ് ഏറ്റവും ശക്തമായി ആവശ്യപ്പെട്ടത്. എന്താ, ഡ്രൈ ഡേ മാറ്റണം. ആഴ്ചയിൽ ഒരു ദിവസം ഡ്രൈ ഡേ അനുവദിച്ചു, അത് മാറ്റണം. അതുപോലെ ബാറിൻ്റെ സമയം രാത്രി 12 മണി വരെ സമയം ദീർഘിച്ചു കൊടുക്കണം. ഇത് രണ്ടും ടൂറിസം വകുപ്പിൻ്റെ ആവശ്യമാണ്. ആ ആവശ്യം ശക്തമായി ഉന്നയിക്കുകയും അതിന് മുഖ്യമന്ത്രിയുടെ കൂടി അറിവ് സമ്മതവും ഇല്ലാതെ ബാർ ഉടമകൾക്ക് ഇങ്ങനെ ഒരു ഉറപ്പ് ആർക്കും കൊടുക്കാൻ കഴിയില്ല. റോഷിപാൽ വിശദാംശങ്ങളുമായി. റോഷിപാൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ സമ്മേളനം ആരംഭിക്കുകയാണ്. നിയമസഭയ്ക്ക് മുന്നിലേക്ക് മാർച്ച് നടത്താൻ UDF തീരുമാനിക്കുമ്പോൾ ഇതാണ് അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷം UDF ഉയർത്താൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഈ നിയമസഭാ സമ്മേളനം 10-ാം തീയതി തുടങ്ങുമ്പോൾ സഭയിൽ സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനുള്ള പ്രധാനപ്പെട്ട ആയുധമാക്കി ബാർക്കോഴ ആരോപണം ഉയർത്താനുള്ള തീരുമാനമാണ് UDF എടുത്തിരിക്കുന്നത്. ഏതായാലും 12-ന് UDF നിയമസഭയിലേക്ക് മാർച്ച് നടത്തുമ്പോൾ അതിൻ്റെ തലേന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയും നിയമസഭയിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട്. സഭയുടെ ആദ്യ ദിവസം തന്നെ, സഭാ സമ്മേളനത്തിൻ്റെ ആദ്യ ദിവസം മുതൽ തന്നെ ബാർക്കോഴ ആരോപണം ആളിക്കത്തിക്കാനുള്ള ഒരു നീക്കം UDF ഭാഗത്തുനിന്നുണ്ട്. ഏതായാലും 10-ന് UDF-ന്റെ പാർലമെന്ററി പാർട്ടി യോഗം ചേരും. സഭയിൽ ഏറ്റവും പ്രധാന ആയുധമാക്കി ഇത് മാറ്റുമ്പോൾ തന്നെ സഭയ്ക്ക് പുറത്തും അത് പടർത്താനുള്ള ഒരു തീരുമാനവും കൂടിയാലോചനയും ഇതിനോടകം തന്നെ UDF നേതൃത്വത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിക്കഴിഞ്ഞു. മുഖ്യമന്ത്രിക്കെതിരെ ഈ ആരോപണം എത്തിക്കാനുള്ള ശ്രമം UDF-ന്റെ ഭാഗത്തുണ്ട്. UDF കൺവീനർ MM ഹസന്റെ വാക്കുകളിലൂടെ അത് വ്യക്തമാകുന്നുണ്ട്. 2 മന്ത്രിമാർക്ക്, പ്രത്യേകിച്ച് ടൂറിസം മന്ത്രിയുടെ താല്പര്യപ്രകാരമാണ് ഡ്രൈ ഡേ തീരുമാനിക്കുന്നത്. ബാർ ഉടമകൾക്ക് ഉറപ്പ് നൽകിയത് മുഖ്യമന്ത്രിയുടെ വാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇതിൻ്റെ മുഴുവൻ ഗുണഫലവും ലഭിച്ചത് CPM-നാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ പോലീസ് അന്വേഷണം നടത്തിയാൽ സത്യം പുറത്തു വരില്ല എന്ന നിലപാടാണ് UDF സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ജുഡീഷ്യൽ അന്വേഷണം എന്ന ആവശ്യത്തിൽ UDF ഉറച്ചു നിൽക്കുകയും ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ശക്തമായ സമരത്തിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചതും. നികേഷ്, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു റോഷിപാൽ.